സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ നെഗറ്റീവ് അടിക്കാറുണ്ട്. ഞാൻ അപേക്ഷ കൊടുത്ത് എനിക്ക് കിട്ടിയില്ല. അങ്ങനെയൊക്കെ 7000-ലധികം അപേക്ഷകളുണ്ട്. അത് ഞാൻ കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം 5000 കോടി വേണം. ഇതൊന്നും നടപടിയാവില്ല. വരുന്ന ഭക്ഷണം അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് ദിവസേന കോച്ച് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നൽകുന്നുണ്ട്. എല്ലാവർക്കും ഇന്ന് തന്നാൽ നാളെ കിട്ടും എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം, പ്രതീക്ഷ. അതിന് കിട്ടാണ്ടാവുമ്പോൾ നെഗറ്റീവ് അടിക്കരുത് എന്ന് പറയാണ്. ചാരിറ്റി മാസം തോറും നൽകുന്ന കിറ്റ് സഹായം, പഠിപ്പ് കിറ്റ്, ഭക്ഷണം തുടങ്ങി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു സംഭവം ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്നത്. ഈ കാലഘട്ടത്തില് സംഭാവന കൊടുക്കാൻ ആൾക്കാർ പിന്നെ കാണും. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സമയം ചെലവഴിച്ചുകൊണ്ട് യാചിക്കാൻ ഇറങ്ങാൻ മദർ തെരേസ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം വളരെ ചുരുങ്ങിയ ഇതുപോലത്തെ സംഘടനകളാണ്. വിജിത ആണ് എന്തോ 4-5 പ്രാവശ്യമെങ്കിലും എൻ്റെ അടുത്ത് പല സമയത്ത് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് തിരക്കിന്റെ ഇടയിലും മടിയുടെ ഇടയിലും ഒക്കെ ആയിട്ട് അങ്ങനെ നീണ്ടു പോയി. പല പ്രാവശ്യം വരാത്തതിൽ ഞാൻ മാപ്പി ചോദിക്കുകയാണ്. ഇപ്രാവശ്യം വരാൻ സാധിച്ചത് എനിക്ക് വളരെ സന്തോഷമുള്ളൂ. കാരണം അത് വളരെ സത്യസന്ധമായി പ്രവർത്തിക്കേണ്ടത് മനസ്സിലായി. ഇവിടെ മദർ തെരേസയെ കുറിച്ചിട്ട് 2-3 ആൾക്കാർ പറഞ്ഞു. മദർ തെരേസയുടെ അവാർഡ് മേടിച്ച വ്യക്തിയാണ് ഇരിക്കുന്നത്. ഏകദേശം 400ഓളം സംഘടനയുടെ അവാർഡുകൾ മേടിച്ച എത്ര സിമ്പിൾ ആയിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. 812 കിലോമീറ്റർ നിങ്ങൾ ആലോചിക്കണം. കേരളത്തിന്റെ ഒരറ്റം മുതൽ ട്രിവാൻഡ്രം വരെ 812 കിലോമീറ്റർ അദ്ദേഹം ഓടിയിട്ട് നമ്മളൊക്കെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ മെച്ചം എന്തായിരുന്നു അറിയാം? 100,000 കുപ്പി ബ്ലഡ് അവിടെ കിട്ടിയെന്നതാണ്. 10 വർഷം എന്ത് മഴയായാലും എന്ത് വെയിലായാലും എത്ര ബുദ്ധിമുട്ടിയാലും എല്ലാവരും ഇവിടെ പാലക്കാട്, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എല്ലാവരും എത്തി വരാറുണ്ട് കിറ്റ് വാങ്ങാൻ വേണ്ടി. എല്ലാവർക്കും അതാത് മാസം മുടക്കം കൂടാണ്ട് കിറ്റ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് ഇന്ന് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ നല്ലവരുടെ നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇതിൽ പ്രത്യേകം പറയാനുള്ളത്. ഒരൽപ്പം സ്നേഹവും കരുണയും സഹജീവികൾക്ക് നൽകിയാൽ അതാണ് ജീവിച്ചിരുന്നതിന്റെ പുണ്യം എന്ന ഒരു ചിന്ത മാത്രം മതി ഇതോടൊപ്പം നിൽക്കാം.